മാറി മാറി കളയണോ? എവനാണ് ലിങ്കായെന്നാ കേസ് തോന്നുന്നത് കേസ്. മോനെ നീ എല്ലാം ലിങ്കായിട്ടുള്ളെങ്കിലാണ് അതിൻ്റെ അകത്ത് അല്ല പോ. ഇനിയിപ്പോൾ ഇത്രയൊക്കെ മതി കേസ്. എനിക്ക് എഴുത്തുമ്പോൾ നോക്കട്ടെ കേസിൻ്റെ ഇതെന്തായെന്ന്. 30 എത്രയെങ്കിലും മാക്സിമം വേണം കേസ്. 2 ബ്ലോക്ക് ഓഫ് അയണും വേണം, ഒരു അയൺ ഇൻകട്ടും വേണം. അല്ല എത്ര, ഒരു 3-4 അയൺ ഇൻകട്ടും വേണം. എന്നിട്ട് വെന്റി ഓക്കെ എടുക്കാൻ പറ്റില്ല. പാടും കഴിഞ്ഞ ഫ്യൂവലൊക്കെ കഴിഞ്ഞ. ട്രെയിനിൽ ഇത് സാപ്ലിങ്ങും വെച്ച് കത്തിക്കാൻ പറ്റുമോ? നമുക്കൊരു സ്റ്റോൺ പിക്ക് ഉണ്ടാക്കിയിട്ട് കുറച്ച് അയൺ വേണം. നമുക്ക് ഒത്തിരി പോലെ അയണും കൂടെ ഒപ്പിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. എനിക്ക് ലക്കുണ്ടോ കേട്ടോ ഗൈസ്. കാരണം എനിക്ക് ഒരു വില്ലേജ് ഇത് തരുന്നുണ്ടല്ലോ ഒരു വിധത്തിൽ. ഇറ്റ്സ് എ ഗുഡ് ഡീൽ. I don't know how to say. എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ എന്താ നോക്കട്ടെ. ഗ്രെയിൻ 2 ബ്ലോക്ക് ഓഫ് അയൺ, 3 ബ്ലോക്ക് ഓഫ് അയൺ. 2 കേസ് 3 വേണം ബ്ലോക്ക് ഓഫ് അയൺ. ഇപ്പൊ എനിക്ക് എത്ര ബ്ലോക്ക് ഓഫ് അയൺ? 9 എത്ര എണ്ണം വേണം ബ്ലോക്ക് ഓഫ് അയൺ ഉണ്ടാക്കാൻ? 3 6 7 8 9. ഞാൻ പറഞ്ഞത് 9 എണ്ണം വേണം കേസ്. ഡിസ്കവേർഡ് ആയിട്ടില്ല കേസ്. ഇനി ഒരു കാര്യം ചെയ്യാം. കേവിലോട്ടൊക്കെ ഇനി കയറി ചെല്ലാൻ ഒന്ന് ശ്രമിക്കണം. മിക്കവാറും അത് വേണ്ടി വരും കേസ്. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് സാധനം അതിനുള്ള അയണൊക്കെ സെറ്റായിട്ട് ഇതാ പറഞ്ഞു. കെഞ്ചി ചോരണം നിന്റെ ജീവൻ വേണമെങ്കിൽ. കെഞ്ചി ചോര അങ്ങനെയാണ് ഞാൻ തരാം കേസ്. നമ്മൾ കൈ വെച്ച് ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ച് നമ്മൾ ഇത്ര എണ്ണം തന്നവൻ ഇത്രയൊക്കെ ആയിട്ട് അവൻ അടിച്ചല്ലേ കേസ്. എനിക്ക് എത്ര 9 കറക്റ്റ് 9. ഒരെണ്ണവും കൂടെ ഉണ്ടാക്കാനുള്ളത് തന്നത്. ബാക്കി എൻ്റെ അടുത്ത് പോയി കണ്ടുപിടിച്ചോളാം. ഇനി ഇവിടെ സ്പോൺ ആയാലും നിന്നെയൊക്കെ തന്നെ ഞാൻ ഇവിടെ കൊന്നെടുക്കൂടാ. ഇനി ഒരു 9 ഒരു 9 ഇനി എത്ര ഒരു കണക്കൂട്ടി നോക്കട്ടെ ദിവസം. നമുക്ക് ഇനി എത്ര പേരും കണക്കൂട്ടാൻ പുലിയാണ്. 9 ഒരെണ്ണവും കൂടെ എന്തായാലും ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. അപ്പോൾ ഒരെണ്ണവും പ്ലസ്
One more plus, one more plus. ഫുൾ അങ്ങ് പ്ലസ് ഇട്ട് മൈനസും ചെയ്ത് ഡിവൈഡും ചെയ്ത് ചെയ്ത് ഓ കറക്റ്റ് അങ്ങോട്ട് ചാടിയാണ്. അയൺ വീണ്ടും കിട്ടി ഗൈസ്. എനിക്ക് വേറെ ഫോർച്യൂൺ മാത്രമല്ല പിക്കാക്സിലോട്ട് ആഡ് ചെയ്താൽ എനിക്ക് നിറച്ച അയണും കോളും കിട്ടിക്കോളും ഗൈസ്. മെൻഡിങ് എന്തായാലും ഇപ്പം എനിക്ക് കിട്ടുകയില്ല. ബുക്ക് എനിക്ക് എന്തായാലും അതിനാണ് ഈ ഒരു എപ്പിസോഡും കൂടെ കഴിഞ്ഞിട്ട് എന്തായാലും ഒരു വില്ലേജിനെ വെച്ചിട്ടുണ്ടെങ്കിൽ മെൻഡിങ്ങിൻ്റെ ബുക്കിനെ ഒപ്പിക്കും. അതിന് മുമ്പ് എനിക്ക് ഈ ഒരു എപ്പിസോഡിൻ്റെ ഒക്കെ അവസാനം എനിക്ക് എൻ്റെ വീടുണ്ടാക്കി കഴിഞ്ഞോടെ എൻ്റെ മെയിൻ ടാർഗറ്റ് അടുത്ത ടാർഗറ്റ് ഗെയിംസ് എനിക്കൊരു ഇത് എന്തായാലും ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ ഗെയിംസ്. ആ ക്രീപ്പർ ഒക്കെ ചാവും. അപ്പോൾ അവിടെ നിന്ന് ഒത്തിപ്പോലൊക്കെ അയൺ കിട്ടുന്നുള്ളതാണ് സത്യം പറയുന്ന അയൺ ക്ഷാമം. ഞാൻ ചെക്കോട് ഓഫാക്കി. പക്ഷേ ഞാൻ ഇപ്പം അയൺ ആവശ്യമുള്ളത് കണ്ടുപിടിച്ചിട്ട് ഇതാ വരണം. അങ്ങനെ ഞാൻ എല്ലാം റെഡി ആക്കിയിട്ട് ഇത് വന്നിട്ടുണ്ട് ഗേസ്. അവിടെ കൊണ്ടാതെ നമുക്ക് നമ്മളെ സിൽക്ക് വെച്ച് വിൽക്കാച്ച് ഫോർച്യൂൺ വെച്ചെടുക്കാം ഗേസ്. നമുക്ക് തൽക്കാലം നമ്മളെ ഫോർച്യൂൺ പിക്കേഴ്സ് ഇപ്പം ഇവിടെ എവിടെയെങ്കിലും അപ്പം ഇന്ന് വെക്കണം ഗേസ്. പിക്കേഴ്സ് വെക്കണമെന്നോ ഇങ്ങോട്ടൊന്നും കൂടെ ഒന്ന് വരണം. ഇല്ലാതെ എനിക്ക് കിടന്ന് ഓടണം. എൻ്റെ പൊന്നോ വീഴല്ലേ. എൻ്റെ ഒരിതുണ്ട് നിനക്കൊക്കെ വല്ലതും തരാൻ പറ്റുമോ എനിക്ക്? വല്ലതും തരാൻ പറ്റുമോ? അവനൊരു ട്രേഡും ഇല്ല ഇല്ലേ? ഇല്ലെന്ന് ഒരു ട്രേഡും ഇല്ല. എന്തിനാണ് ഇറങ്ങി നടക്കണം ഇങ്ങനെ ഞാൻ ചോദിക്കും. അപ്പം നീക്കെന്തോന്ന് പറയും? സോറി അന്നാന്ന് പറഞ്ഞോളാം. ഇനി ട്രേഡൊന്നുമില്ല. അവൻ നേരത്തെ ഇട്ടവനാണ്. ഓ ഭാഗ്യം. എഫക്റ്റ് കയറിയില്ല കേസ്. അതാണ് ഭാഗ്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അഭാഗ്യം. എഫക്റ്റ് കയറിയെങ്കിൽ അകത്തോട്ട് May I come in? ലെവൽ 8 ലെവല് ഇവിടെ എന്തെന്നൊക്കെ ചെയ്ത ലെവല് കിട്ടും ഗൈസ്. തമ്പുരാനെ കുറഞ്ഞ ലെവലെല്ലാം ആയിരിക്കണം. ലെവൽ അങ്ങനെയൊന്നും കൊണ്ടൊന്നും കൂട്ടാളെ എനിക്ക് വന്നത്
ഇതിൻ്റെ ഒരു ലെവല് അങ്ങോട്ട് വന്നു കയറി. സാമാനിൻ്റെ ചാർജ് നല്ല സ്ലോയുമാണ്. ഇപ്പം എല്ലാം ഉണ്ടെങ്കിൽ എനിക്ക് നല്ല സ്ലോ കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതാവത്തേക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ നോക്കണം. ഇത് കൊള്ളാം കേട്ടോ. കുറച്ച് സ്റ്റോൺ മൈൻ ചെയ്യുമ്പോഴത്തേക്കും സ്റ്റോൺ മൈൻ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. 9 സ്റ്റോൺ. എൻ്റെ സ്കൂള് ക്രൈസ്റ്റ് നഗറാണ് ഗൈസ്. അവിടെ പഠിക്കുന്ന ആരൊക്കെ ഉണ്ട് ഗൈസ്? ക്രൈസ്റ്റ് നഗർ പഠിക്കണ നിങ്ങൾ ഏതൊക്കെ എൻ്റെ വീഡിയോ എന്ന ആരെങ്കിലും ക്രൈസ്റ്റ് നഗർ പഠിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ ഗൈസ്. നിങ്ങളാരെങ്കിലും ക്രൈസ്റ്റ് നഗർ പഠിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ചുമ്മാ ഒന്ന് അറിഞ്ഞു വെക്കാനാണ് ഗൈസ്. നമ്മുടെ സ്കൂളിൽ പഠിക്കണ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടാണെങ്കിലേ നമുക്കൊരു ഇതാണല്ലേ. ഇനി എത്രയും ഒരയണും കൂടെ അല്ലേ ഇവിടെ നിന്നത് ക്രാഫ്റ്റ് ആക്കിയിരിക്കണു. ഇനി ആൻമില്ല് കയ്യിലെടുക്കുക. ഫോർച്യൂൺ കയ്യിലുണ്ടല്ലോ, ഇവിടെ കൊണ്ടുവരിക. ഇതിവിടെ കൊണ്ടുവരിക. നമ്മുടെ ഫോർച്യൂൺ പിക്കാക്സ് റെഡി. ഇപ്പൊ തന്നെ ഇത്രയും പൊട്ടിയാടാ. നമുക്ക് നമ്മുടെ ബെഡ് നമ്മുടെ കയ്യിലുണ്ടോ? ബെഡില്ല. ഇവിടെ നമുക്കൊന്ന് ബെഡ് എടുത്തിട്ട് നമുക്കൊരു ഇങ്ങോട്ടേക്ക് പോവാം. നമുക്കൊരു അയൺ കാണണമെങ്കിൽ നമുക്കൊരു അയൺ മൈൻഡ് ഇപ്പം എത്ര നമ്മൾ 6 ബ്രെഡ് നമ്മളതിലുണ്ട്. 6 ബ്രെഡ്. ഗോവിന്ദ 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 ഗോവാരി. ഗോവിന്ദ 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 ഗോവാരി. ഗോവിന്ദ 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 ഗോവാരി. ഗോവിന്ദ 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 ചുറ്റൊരു മതിലണക്കാണ് ഗൈസ്. നമ്മുടെ എമറൽഡും കൂടെ നമുക്ക് എടുക്കാൻ കഴിയും. ഇനി എന്തായാലും ഒരു ഇതുമില്ല, നമുക്കിനി കിട്ടണ എമറാൾഡും നമ്മളെടുക്കും. ഗോവിന്ദ 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 ഗോവാരി. ഗോവിന്ദ ഗോവിന്ദ. അമ്മ ഫുഡ് എടുത്താ? എന്ത്? ഫസ്റ്റ് എമറൽഡ്, 2 എമറൽഡ്. നൈസ് ബ്രോ, നൈസ്. രക്ഷയുമില്ല. അടുത്ത ഈ അയൺ ഗൈസ്. അയൺ വേണ്ട സാധനം കിട്ടി.
വേണ്ട സാധനം വേണ്ട ഇത് വെച്ച് പൊട്ടിക്കില്ല. പിന്നെ ഇപ്പൊ ഇത് വെച്ച് ഞാൻ പൊട്ടിക്കുള്ളൂ. എന്താ അയണേ, എന്താ അയണേ. ഇടുപ്പാനന്ദപ്പോ ഇടുപ്പാനന്ദപ്പോ ഇത് ഒരു അയണും കൂടെ നമുക്ക് ഒരു അയണല്ലേ ഇതുണ്ടായിരിക്കണം, എമറൽഡും കൂടെ വാങ്ങിച്ചിട്ട് നമുക്ക് നമ്മളെ പണി നോക്കാം ഗൈസ്. സാധാരണ ഈ അയണൊക്കെ കാണുന്ന ഹിൽ റേഞ്ചിലൊക്കെയാണ്, അയണല്ല. നമുക്ക് ഇതും കൂടെ മൈൻഡ് ചെയ്ത് എടുത്തിട്ട് കേസ് നമുക്ക് ഇന്നത്തെ വീഡിയോ വെച്ച് മൈൻഡപ്പ് അങ്ങ് ആക്കാം. ഇന്നത്തെ ഗെയിം ഫുൾ പ്രോഗ്രസ് മാത്രമാണ് കേസ്. എൻ്റെ ഈ ഓഫ് ക്യാമറയിൽ ഇരുന്ന് ഞാൻ ഇത് സെറ്റാക്കാൻ പറ്റുമെന്ന് കൂടെ നോക്കണം കേസ്. അപ്പുറത്തെ ആൻറ്റി ഇച്ചിരി കയ്യിൽ കൊണ്ട് വന്നേ തന്നെ. നമുക്ക് ഒന്നും തന്നില്ല. വീഴരുത്. ഇത്ര ഉള്ള വീഡിയോ. സോറി ഗൈസ്,